ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കുറച്ച് നാളുകളായിട്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലൂ ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യാമോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ബ്ലൂ ഗാർഡിയൻ 2021 വരുന്ന സമയത്ത് ഞാനൊക്കെ പ്രൊഫൈംസിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു അക്കൗണ്ട് ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ഒരു സമയത്തൊക്കെ നമുക്ക് പേ ഔട്ട് കാര്യങ്ങളെല്ലാം കിട്ടിയിരുന്നതാണ്. അതും CFD ആയിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ 2024 ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇവർ ഫ്യൂച്ചേഴ്സിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു കമ്പനിയിൽ നിന്നും പോയവരാണ് നമ്മുടെ അക്വാ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി ചെയ്തേക്കുന്നത്. ഒരു 3-4 പേര് ചേർന്നിട്ട് ഒരു ഒരു എന്താ പറയാ സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയ ഒന്നായിരുന്നു ബ്ലൂ ഗാർഡിയൻ. അവിടെ നിന്നാണ് 2 പേര് പോയിട്ട് അക്വാ ഫണ്ടഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കമ്പനിയുടെ റിവ്യൂ ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് നോക്കാൻ പറ്റിയ ഒരു എളുപ്പമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പേ ഔട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്, അഥവാ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ വഴി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളെ കുറിച്ച് അറിയാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ഒബ്ജക്ഷനിലേക്ക് വരാം. അതിനുശേഷം ആണ് നമുക്ക് ഏത് കമ്പനി എടുക്കണം അങ്ങനെയുള്ള ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡിഫൈ, അതുപോലെ മൈ ഫണ്ടഡ് ഫ്യൂച്ചർ, മൈ ഫണ്ടഡ് നെക്സ്റ്റ്, അങ്ങനെ ഒട്ടുമിക്ക ടോപ്പ് കമ്പനികളെ കുറിച്ചും ഇവിടെയുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന കമ്പനി ബ്ലൂ ഗാർഡിയൻ ആണ്. അപ്പോൾ ബ്ലൂ ഗാർഡിയനെ കുറിച്ച് നോക്കുമ്പോൾ 24 ഹവറിൽ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ല ഒരു പേ ഔട്ട് ഒരു കൊടുത്തേക്കുന്നതായിട്ട് കാണാം. ഏകദേശം 15 പേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്പർ ഓഫ് പേ ഔട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ വലിയ ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ ഒക്കെ പേയ്മെന്റ് ഒക്കെ ചില ആൾക്കാരൊക്കെ കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ നമ്പർ ഓഫ് പേ ഔട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് 30 ഡേയ്സിലേക്കൊക്കെ വന്നാൽ തന്നെ നമ്മൾ അവർ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്, ഗോഡ് ഫണ്ടഡ്, അതുപോലെ മറ്റെല്ലാ കമ്പനികളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയേഴ്സ് പോലുള്ള കമ്പനികളൊക്കെ ഇതിലേക്ക് വരാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഏറ്റവും കൂടുതൽ പേ ഔട്ട് കാർഡ് പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കമ്പനികളൊന്നും ഇതിനകത്തേക്ക് വലിയ രീതിയിൽ, പിന്നെ അതുപോലെ തന്നെ അവരും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബ്ലൂ ഗാർഡിയൻ കുറച്ച് താഴെയായിട്ടാണ് വരുന്നേക്കുന്നത്. 30 ഡേയ്സിലേക്ക് നോക്കുമ്പോൾ 211 ഇത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ടോട്ടൽ ഇത് ആൾക്കാരുടെ നമ്പർ ഓഫ് ഇത് കൊടുക്കുമ്പോൾ 210. ഏറ്റവും ടോപ്പ് പേ ഔട്ട് എന്ന് പറയുന്നത് 9,000 ആയിരുന്നു, 9,000 ആയിരുന്നു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കുക. അതുപോലെ ആവറേജ് പേ ഔട്ട് 1,900 ആണ് ആവറേജ് പേ ഔട്ട് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ബ്ലൂ ഗാർഡിയൻ നമുക്കന്ന് ആ ഒരു സമയത്ത് ചെറിയൊരു പേ ഔട്ടൊക്കെ പെട്ടെന്നൊക്കെ തന്നിരുന്നു. പിന്നെ അതിനുശേഷം MT5 ഒക്കെ പ്രശ്നം വന്നതോടുകൂടി CFDയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഫേം കുറച്ച് അവിടെ ഇത് പോയി. പിന്നെ അവരിൽ നിന്നും വേറെ കമ്പനിയൊക്കെ രൂപീകരിച്ച് പോയതോട് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയ ഒരു കമ്പനിയാണ്. അവരിപ്പോൾ വീണ്ടും പുതുതായിട്ട് ഒന്ന് തിരിച്ചു വരാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്യൂച്ചേഴ്സിലേക്കും 2025 ലാസ്റ്റ് ആയപ്പോഴും വന്നിട്ടുണ്ട്. ഫോറക്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫോറക്സിൽ 4 പ്ലാൻസ് ആണുള്ളത്. ഇൻസ്റ്റന്റ് പ്ലാൻ ഉണ്ട്. ഈ ഇൻസ്റ്റന്റ് പ്ലാനിൽ എനിക്കൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, നമുക്കിവിടെ ഒരു സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 മാത്രമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇത് നല്ല അത്യാവശ്യം $10 കിട്ടുന്ന ഒരു അക്കൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കുറച്ച് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പിന്നെ അതുപോലെ ഇൻസ്റ്റന്റ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് ഉണ്ട്. 1 സ്റ്റെപ്പിന് എപ്പോഴും പ്രോഫിറ്റ് ടാർജറ്റ് 10% ആണ്. അതുപോലെ 2 സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 8% 3 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്പ് അങ്ങനെ അധികം പേര് അങ്ങനെ എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. 3 സ്റ്റെപ്പ് $16 വരുന്നത്. അപ്പോൾ ഇതൊരു CFDയുടെ ഒരു ഇത് ഇങ്ങനെയാണ്. അതുപോലെ അവർക്ക് പ്ലാറ്റ്ഫോം MT5 വരുന്നുണ്ട്, മാച്ച് ട്രേഡർ വരുന്നുണ്ട്, ട്രേഡ് ലോക്കർ വരുന്നുണ്ട്. എപ്പോഴും ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ മാച്ച് ട്രേഡറിനേക്കാളും ട്രേഡ് ലോക്കറിനേക്കാളും ഏറ്റവും ബെറ്റർ എപ്പോഴും MT5 തന്നെയാണ്. അപ്പൊ CFD സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MT5 തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടും. പെട്ടെന്ന് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത് MT5 ആണ്. അപ്പൊ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. ഇനി ഫ്യൂച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ നമുക്കൊന്ന് ഡീപ്പായിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്ത് പോകാം. ഫ്യൂച്ചേഴ്സിലേക്ക് വന്ന 1 സ്റ്റെപ്പാണ് നിലവിലുള്ളത്. എല്ലാ കമ്പനികളും 1 സ്റ്റെപ്പ് തന്നെയാണ് ഉള്ളത്. ഇനി അതിൽ ഇവർക്ക് 3 പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ 3 പ്ലാനും വളരെ ശ്രദ്ധിച്ചെടുക്കുക. ഇതിൽ സ്റ്റാൻഡേർഡ് ആണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് നമുക്ക് ഫസ്റ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 50K നോക്കുമ്പോൾ ഇവിടെ എനിക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇവരുടെ ബാലൻസ് 50K. പ്രോഫിറ്റ് ടാർജറ്റ് എല്ലാ കമ്പനികളും 3,000 ആണ് വച്ചേക്കുന്നത്. മാക്സിമം പൊസിഷൻ 3 മിനിയാണ്. അതായത് 3 മെയിനിലോട്ട് ഗോൾഡ് ആയാലും ES ആയാലും 3 മെയിനിലോട്ട് ചെയ്യാം. അതല്ല മാക്സിമം ലോസ് ഇത് കുറച്ച് അട്രാക്റ്റീവ് ആണ്. ഇപ്പൊ ആകെ ബുൾനോക്സ് മാത്രമാണ് മാക്സിമം ലോസ് 2,500 കൊടുക്കുന്നുള്ളൂ. അപെക്സ് ഇപ്പൊ പല കാര്യങ്ങളും പുതിയ പ്ലാനൊക്കെ വന്നതോടുകൂടി 2,500 എന്ന് പറഞ്ഞ മാക്സിമം ലോസ് അവർ മാറ്റിയിട്ടുണ്ട്. അതിന് പിന്നെ ഒരു കാര്യം കൂടി തോന്നിയത് എൻഡ് ഓഫ് ദ ഡേ ആണ്. ഇൻട്രാഡേ ട്രെയിലിംഗ് റോഡ് ഒന്നല്ല. ഇവിടെ $55 ആണ് വരുന്നത്. 1 ടൈം ഫീ ആണ് വരുന്നത്. മറ്റൊരു കാര്യം ഇവിടെ നോക്കിയാൽ ഡെയിലി ലോസ് ലിമിറ്റ് ഉണ്ട്. പക്ഷെ അത് ഹാർഡ് ബ്രീച്ച് ആയിട്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അക്കൗണ്ട് എടുത്തിട്ട് 1,250 വന്നു കഴിഞ്ഞാൽ ഹാർഡ് ബ്രീച്ച് എന്ന് പറയുന്ന
പോയാൽ ഹാർഡ് ബ്രീച്ച് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. മറ്റു പ്ലാനിലൊക്കെ എനിക്ക് തോന്നുന്നു സോഫ്റ്റ് ബ്രീച്ച് ആയിരുന്നു. ഇനി പേ ഔട്ട് പീരീഡ് എന്ന് പറയുന്നത് 5 ദിവസത്തിനുള്ളിൽ നമുക്ക് പേ ഔട്ട് എടുക്കാം. 5 ദിവസം കൂടുമ്പോൾ ഒരു ഇതിലേക്ക് സ്കെയിലിംഗ് റൂൾ ഇല്ല, മൈക്രോ സ്കാൽപ്പിംഗ് ആണുള്ളത്, കൺസിസ്റ്റൻസി ഉണ്ട്, അത് 40% ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പ്ലാന്റ് പ്രൈസ് വരുന്നത് $55 ആണ്. വൺ ടൈം ഫീ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി പോപ്പുലർ ആയിട്ടുള്ള ഒന്ന് പ്രോ പ്ലാൻ തന്നെയാണ് അവർ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. എനിക്കത് തോന്നുന്നു നമ്മുടെ ലൂസിഡ് ക്യാപ്പിന്റെ ഒക്കെ ഫ്ലെക്സിന്റെ ആ ഒരു ഇതിനായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ പൊസിഷൻസും 6 മിനി ആയിട്ട് ഇവിടെ മാക്സിമം ലോസ് ഇവിടെ കുറഞ്ഞു. മാക്സിമം ലോസ് 2000 കുറഞ്ഞു. ഡ്രോ ഡൗൺ അപ്പോഴും എൻഡ് ഓഫ് ദി ഡേ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ആക്ടിവേഷൻ ഫീസ് ഇല്ല. പാസ് ഇൻ 1 ഡേയിൽ തന്നെ പാസ് ആകും. അതൊരു അട്രാക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് പേ ഔട്ട് ആഫ്റ്റർ 5 ദിവസം കൂടുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേ ഔട്ട് കൊടുക്കാം. ഇനി മാക്സിമം ഡ്രോ ഡൗൺ 2000 വരെയാണ് മാക്സിമം ഡ്രോ ഡൗൺ വരത്തുള്ളൂ. എൻഡ് ഓഫ് ദി ഡേ ആണ്. ഇനി സോഫ്റ്റ് ബ്രീച്ച് ഉണ്ടോ, ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് ഇതിന്റെ അട്രാക്റ്റീവ്. അതുകൊണ്ടാണ് $99 ആയിട്ട് വന്നേക്കുന്നത്. കൺസിസ്റ്റൻസി 35% വരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റാപ്പിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റാപ്പിഡില് നമുക്ക് 50K തന്നെ നോക്കാം. 50K $89. നേരത്തെ 99 അല്ലായിരുന്നു 50K. യെസ്, 99 തന്നെ. റാപ്പിഡിലേക്ക് വരുമ്പോൾ 50K 89 വരുന്നു. സ്റ്റാൻഡേർഡിന് നമുക്ക് എത്ര വരുന്നത് 55 വരുന്നു. ഇനി റാപ്പിഡിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കിയാലാണ് നമുക്ക് ഈ മൂന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളത്. ബാലൻസ് 50 തന്നെയാണ്. പ്രോഫിറ്റ് ടാർഗറ്റ് 3000 ആണ്. ഇവിടെ 3 മിനി ആയിട്ട് മാറുന്നു. മാക്സിമം ലോസ് 2000. അപ്പൊ രണ്ട് പ്ലാൻ, പ്രോ പ്ലാനിലും റാപ്പിഡ് പ്ലാനിലും അവർക്ക് മാക്സിമം ലോസ് എന്ന് പറയുന്നത് 2000 ആണ്. ആകെ സ്റ്റാൻഡേർഡ് പ്ലാനിൽ മാത്രമേ ആ ഒരു വ്യത്യാസമുള്ളൂ ഇവിടെ. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്ലാനിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലാന് 5 ദിവസം പേ ഔട്ടിന് വേണ്ടി വരും. ഇവിടെ ഫസ്റ്റ് പേ ഔട്ട് 3 ഡേയ്സ് കൂടുമ്പോൾ ആഫ്റ്റർ 3 ഡേയ്സ് 3 ദിവസം കൂടുമ്പോൾ പേ ഔട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ $80 വരുന്നു. ഇനി ഇത് സോഫ്റ്റ് ബ്രീച്ച് ആണ് ഒരു പ്രത്യേകത. നമുക്ക് മാക്സിമം ഡ്രോ ഡൗൺ 2000, എൻഡ് ഓഫ് ദ ഡ്രോൺ യോഡി, ഡെയിലി ലോസ് ലിമിറ്റ് 1000 അടിച്ച സോഫ്റ്റ് ബ്രീച്ച് ആണ്. അപ്പോൾ വൺ ടൈം നമുക്ക് ഇത് അടിക്കുന്നതിന് പ്രശ്നമില്ല. വീണ്ടും അടിച്ചാൽ അക്കൗണ്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ കൺസിസ്റ്റൻസി കുറച്ച് കയറി വന്നിട്ടുണ്ട്. 40% ആയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു ഇൻസ്റ്റന്റ് പ്ലാൻ ഫ്യൂച്ചേഴ്സിൽ കണ്ടത് 50K വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ മറ്റ് കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ $299 എന്ന് പറയുന്നത് അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. പേ ഔട്ട് പീരീഡ് 5 ദിവസമാണ്. ആക്ടിവേഷൻ ഫീസ് ഇല്ല. അതേപോലെ തന്നെ സോഫ്റ്റ് ബ്രീച്ച് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. മാക്സിമം ഡ്രോ ഡൗൺ, ഇവിടെ മാക്സിമം ഡ്രോ ഡൗൺ 2500 ഉണ്ട്. അതൊരു നല്ല ഒരു, മറ്റു കമ്പനികളൊക്കെ 2000 ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് മാക്സിമം ഡ്രോ ഡൗൺ 2500 വരുന്നുണ്ട്. ഒരു സെക്കൻഡ് അതൊന്ന് കണക്കാക്കട്ടെ. ഇവിടെ ചെറിയൊരു ഇത് അവരെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റന്റ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മാക്സിമം ലോസ് 2000 വരുന്നുള്ളൂ. ഞാനത് നമ്മൾ വീണ്ടും ഒന്നുകൂടി മോർ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ മാക്സിമം ഡ്രോ ഡൗൺ 2000 കാണിക്കുന്നുണ്ട്. അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. കാരണം എല്ലാ കമ്പനികളും 2000 ആണ് കൊടുക്കാറുള്ളത്. അപ്പൊ അവർക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നേക്കുന്നത്. എന്തായാലും അപ്പോൾ $299 എന്ന് പറയുന്ന പ്രൈസ് 2000 ഡ്രോ ഡൗൺ ഉള്ളെങ്കിലും അട്രാക്റ്റീവ് ആണ്. അതല്ല 2500 ആണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി പ്ലാറ്റ്ഫോംസ് ട്രേഡ് അബൌട്ട് ഉണ്ട്, ഡീപ് ചാർട്ട് ഉണ്ട്. ഡീപ് ചാർട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ട്രേഡ് അബൌട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോറി, നിഞ്ച ട്രേഡർ ഉണ്ട്, ട്രേഡ് അബൌട്ട് ഉണ്ട്, ഡീപ് ചാർട്ട് ഉണ്ട്. നിഞ്ചയിലേക്ക് കണക്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഫേസ് ചെയ്യാണ്. പക്ഷെ ആ സമയം ട്രേഡ് അബൌട്ടിന്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രേഡ് അബൌട്ടിൽ നിന്ന് നമുക്ക് ട്രേഡ് വ്യൂവിലേക്ക് ആക്സസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ പേ ഔട്ട് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് റൈസ് വഴിയാണ്. പേ ഔട്ട് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇനി അവരെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്, പക്ഷേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കി എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കി എഴുതി ചെയ്യാം. പേ ഔട്ട് പോളിസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 100% പ്രോഫിറ്റ് സ്പ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. 100% കൊടുക്കുന്നുണ്ട്. പേ ഔട്ട് എലിജിബിലിറ്റി റിക്വസ്റ്റ് പേ ഔട്ട് എവറി 3 ഡേ റാപ്പിഡ് അക്കൗണ്ട് ഉള്ളവർക്ക് 3 ദിവസം കൂടുമ്പോൾ പേ ഔട്ട് കൊടുക്കാൻ പറ്റും. അത് നല്ലൊരു ഇത് തന്നെയാണ്. അതുപോലെ ടു എലിജിബിൾ റിക്വസ്റ്റ് പേ ഔട്ട് റാപ്പിഡ് അക്കൗണ്ട്സ് നോ മിനിമം ഡേയ്സ് റിക്വയർഡ് ടു മീറ്റ്. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ കിട്ടും. ടു എലിജിബിൾ റിക്വസ്റ്റ് പേ ഔട്ട് പ്രോ ഇൻസ്റ്റന്റ് അക്കൗണ്ട്സിന് യൂണിറ്റ് 5 വിന്നിംഗ് ഡേയ്സ് വേണം. പ്രോ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ 5 വിന്നിംഗ് ഡേയ്സ് വരണം. $100 $200 അങ്ങനെ ഡിപ്പെൻസ് ആണ് അതിന്റെ ഇത് വരുന്നത്. ഡിപ്പെൻഡിങ് ഓൺ യുവർ അക്കൗണ്ട് സൈസിനനുസരിച്ചിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ 100 200 എന്നുള്ള ഇതിൽ നമ്മൾ 5 ഡേയ്സ് നമ്മൾ ഏൺ ചെയ്യേണ്ടത് വരും. അതേപോലെ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. പ്രോ അക്കൗണ്ട്സ് 20% ഓൺ ഇൻസ്റ്റന്റ് അക്കൗണ്ട്. ഇൻസ്റ്റന്റ് അക്കൗണ്ടിൽ 20% വരുന്നത്. കുഴപ്പമില്ല, നല്ല പ്രൈസിനുള്ള അതുണ്ട്. പേ ഔട്ട് മിനിമം 500 ഓൺ ഓൾ അക്കൗണ്ട്. $500 എങ്കിലും വേണം മിനിമം പേ ഔട്ട് കൊടുക്കാനായിട്ട്. വെൻ യു റിക്വസ്റ്റ് യുവർ ഫസ്റ്റ് പേ ഔട്ട് യുവർ മാക്സിമം ടോട്ടൽ വിൽ അഡ്ജസ്റ്റ് യുവർ സ്റ്റാർട്ടിംഗ് ബാലൻസ് പ്ലസ്. നമുക്ക് എപ്പോഴും ഒരു പ്ലസ് വെച്ചിട്ട്, അത് എല്ലാ പ്രൊഫേംസിന്റെയും ഒരു ഇതാണ്. അവരെ
പേ ഔട്ട് ക്യാപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ കുഷ്യൻ എന്ന് പറയും. അങ്ങനെ പല രീതിയിലാണ് ആ ഒരു കാര്യത്തിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേ ഔട്ട് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ഔട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1000 ആണ് വരുന്നത്. പേ ഔട്ട് ക്യാപ്പ് റാപ്പിഡ് ആൻഡ് ഇൻസ്റ്റന്റ് സ്റ്റാൻഡേർഡ് പ്ലാൻസിന് പേ ഔട്ട് ശ്രദ്ധിക്കുക, പേ ഔട്ട് ക്യാപ്പ് റാപ്പിഡിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസിൽ നമുക്ക് 50,000 1000 51 100 പ്ലസ് 100. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പേ ഔട്ട് ക്യാപ്പ് സ്റ്റാൻഡേർഡ് പ്ലാനിലേക്ക് വരുമ്പോൾ 1350 മാറുന്നുണ്ട്. അതുപോലെ പേ ഔട്ട് പ്രൊസീഡ് വിത്തിൻ 24 ബിസിനസ് 24 ഹവേഴ്സിനുള്ളിൽ കൊടുക്കും. റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് മൺഡേ ഫ്രൈഡേ ബിഫോർ 3 PM. പേ ഔട്ട് വിൽ ബി പ്രൊസീഡ് വിത്ത് റൈസിലാണ് ഇവർ ഏറ്റവും കൂടുതൽ പേ ഔട്ട് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഫ്യൂച്ചേഴ്സിന്. അതേപോലെ തന്നെ പേ ഔട്ട് ക്യാപ്പ് പ്രോ പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേ ഔട്ടിന് വ്യത്യാസമുണ്ട്. 1000 ആണെങ്കിൽ രണ്ടാമത്തെ പേ ഔട്ടിന് ആവശ്യമുണ്ട്. ഫസ്റ്റ് പേ ഔട്ട് പിന്നെ തേർഡ് ആൻഡ് ഫിഫ്ത്ത് പേ ഔട്ടിന് 1250 വേണം. നമ്മൾ അപ്പോൾ അത്രയും കൂടി കുറച്ചുകൂടി ഏൺ ചെയ്തതിന് ശേഷമാണ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഫിഫ്ത്ത് പേ ഔട്ടിലേക്ക് വരുമ്പോൾ 1500 നമ്മളവിടെ പേ ഔട്ട് ക്യാപ്പായിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പേ ഔട്ട് ടാർജറ്റ് ഇസ് എസ്പെഷ്യലി പ്രോഫിറ്റ് ത്രെഷോൾഡ്. അത് നമ്മൾ ആ ത്രെഷോൾഡിനെ തന്നെയാണ് ഇവർ ആ പേ ഔട്ട് ഇതെന്ന് പറയുന്നത്. പ്രോ പ്ലാനിന്റെ ബഫർ എന്ന് പറയുന്നത് 2100 ആണ് കേട്ടോ. പ്രോയുടെ ബഫർ സോൺ എന്ന് പറയുന്നത് 2100 ആണ്. അത് എല്ലാ കമ്പനികൾക്കും 2100 തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. പേ ഔട്ട് എലിജിബിലിറ്റി അത്യാവശ്യം നല്ലൊരു ഇതാണ്. 3 ദിവസം കൂടുമ്പോൾ പേ ഔട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അതിൽ തന്നെ പ്ലാനുകളിൽ നോക്കി തന്നെ നമുക്ക് ഇവരുടെ പ്ലാനിൽ എനിക്കൊരു ഇത് തോന്നിയത് ഫ്യൂച്ചേഴ്സിന്റെ ഇൻസ്റ്റന്റ് അല്ല, 1 സ്റ്റെപ്പിൽ നമുക്ക് തോന്നിയത് 50K സ്റ്റാൻഡേർഡ് പ്ലാൻ ഇതായിരിക്കും കുറച്ചത്. കാരണം എന്താ, മാക്സിമം ഡ്രോ ഡൗൺ ഉണ്ട് 5 ദിവസത്തിനുള്ളിൽ. മറ്റു കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. 1 സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് 50,000. അപ്പൊ ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റും കൂടി കമ്പയർ ചെയ്തിട്ട് എനിക്ക് തോന്നിയത് ഈ സ്റ്റാൻഡേർഡ് എടുക്കുന്നതാണ്. കാരണം എപ്പോഴും നമുക്ക് ഡ്രോ ഡൗൺ കൂടുതലുള്ളതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ദിവസം ഒരു ലോസ്, ഒരു $1000 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് റിക്കവർ ചെയ്യാൻ മറ്റ് കമ്പനികളുടെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടത് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും ഡ്രോ ഡൗൺ കൂടുതലുള്ളതാണ്. നമ്മൾ ഈ അപ്പെക്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊക്കെ 1000 താഴെ പോലും 1500 താഴെ പോലും വീണ്ടും റിക്കവർ ചെയ്തെന്ന് പേ ഔട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ഫേംസിനെയൊക്കെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 750 അല്ലെങ്കിൽ ഒരു 1100 എപ്പോഴെങ്കിലും ഡ്രോ ഡൗണിലേക്ക് പോയാൽ ഇനി ആ അക്കൗണ്ട് പോകട്ടെ, അല്ലെങ്കിൽ $60 കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പേ ഔട്ട് എടുത്തു എന്നുള്ള ഒരു ലാഘവത്തോടു കൂടി കണ്ടിട്ട് നമ്മുടെ അക്കൗണ്ട് 3 അക്കൗണ്ട് ഒക്കെ ഇതിനിടയ്ക്കൊക്കെ ഈ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് അക്കൗണ്ട് അടിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡ്രോ ഡൗൺ കൂടുതലുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇത്ര രൂപയുള്ള പോകുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്യൂച്ചേഴ്സിലേക്ക് കുറെ പേരൊക്കെ വന്നു, കുറച്ച് പേര് പേ ഔട്ട് എടുത്തു, അവരുടെ അക്കൗണ്ടൊക്കെ എടുത്തു, 4-5-6 പേരൊക്കെ CFTയിൽ കിടന്ന് ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാരൊക്കെ ഫ്യൂച്ചേഴ്സിലേക്ക് കൊണ്ടുവന്നു, അവർ പേ ഔട്ട് കാര്യങ്ങളിലേക്കൊക്കെ വന്നു, ഇതെല്ലാം വന്നു. പിന്നെ അവസാനം എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് പോയി, എന്താ അത് കുഴപ്പമില്ല, ഞാൻ വീണ്ടും വേറെ എടുത്തോളാം. കാരണം എന്താ, $20 $30 വരുന്നുള്ളൂ എക്സ്പെൻസ്. അങ്ങനെ നോക്കുമ്പോൾ അവൻ 10 നല്ലൊരു രീതിയിൽ എമൗണ്ട് എക്സ്പെൻസ് ഓൾറെഡി വരുത്തിയിട്ടായിരിക്കും ഈ പേ ഔട്ടിലേക്ക് കാണുന്നത്. പിന്നെ എനിക്ക് പേ ഔട്ട് വരാൻ പോകുന്നുണ്ട്, എനിക്കുണ്ടായ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, പേ ഔട്ട് വരാൻ പോകുന്നു. അപ്പോൾ നമ്മളൊരു ആ ഒരു മൈൻഡിൽ കണ്ടു, ഇച്ചിരി ഓവർ കോൺഫിഡൻസ് വന്നു, അങ്ങനെ കയ്യിലുണ്ടായിരുന്ന അക്കൗണ്ടും പോയി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ ഫ്യൂച്ചേഴ്സിൽ ഒരു പ്രശ്നം ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് പോകുകയാണെങ്കിൽ പോകട്ടെ എന്നാണ് കുറെ പേര് ചിന്തിച്ച് ആ ഒരു ഇതിലേക്കൊക്കെ വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിരിക്കാം. അപ്പൊ പ്ലാൻസ് നമ്മൾ ഓൾറെഡി നോക്കി പോയതാണ്. റാപ്പിഡ് പ്ലാൻ ആണ് പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്ന പ്ലാൻ. അത് 3000. അങ്ങനെ നമ്മൾ ഇത് എൻഡ് ഓഫ് ദി ഡേ ആണെന്ന് പറഞ്ഞു. അല്ല, ഇതിന്റെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് റാപ്പിഡ് കംപ്ലീറ്റ് മിനി ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്ലാൻ പാസ്സാക്കി എടുക്കാം എന്നുള്ളതാണ് ഇവരുടെ പ്ലാനിന്റെ പ്രത്യേകത. പക്ഷെ എനിക്ക് നേരത്തെ കണ്ട സ്റ്റാൻഡേർഡ് പ്ലാൻ തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. അവിടെ ബ്രിഡ്ജ് ടൈപ്പിന് വ്യത്യാസമുണ്ട്. ഹാർഡ് ബ്രിഡ്ജ് ആണ്. 2500 ഇതുണ്ട്. അതുതന്നെ ഇവരുടെ എല്ലാ പ്ലാൻസും എൻഡ് ഓഫ് ദി ഡേ ആയിട്ടാണ് കണ്ടേക്കുന്നത്. ഗാർഡിയൻ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. ഈ ഒരു പ്ലാനിന് നമുക്ക് അവർക്ക് നമ്മുടെ എന്താ പറയാ ഈ ഇത് കൊടുക്കേണ്ടി വരും, എമൗണ്ട്, ആക്ടിവേഷൻ ഫീസ് എമൗണ്ട് കൊടുക്കേണ്ടി. ബാക്കി എല്ലാ ഇതിനും നമുക്ക് മുകളിലുള്ള സ്റ്റാൻഡേർഡ് പ്ലാനൊന്നും ആക്ടിവേഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് ഇവരുടെ കുറച്ച് ഇത് വന്നു കഴിഞ്ഞാൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ 2024 ഫ്യൂച്ചേഴ്സിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ അതിനെ കുറിച്ച് ലിവറേജ് കുറച്ച് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം 83 പേര് റിവ്യൂ ചെയ്തതിൽ 4.4 ആണ്. അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ ഈ ഫേമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ നിന്നും കുറെ പേരൊക്കെ മാറിയതിനു ശേഷം കമ്പനി കുറച്ചാൾ ഇച്ചിരി ഡൗണിലായിരുന്നു. കാരണം അക്വ ഫണ്ടഡ് കുറച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് കയറി വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവർ രണ്ട് കമ്പനി ഇപ്പോൾ ഒരേപോലെ തന്നെ സഞ്ചരിക്കുന്നതാണ്. ബ്ലൂ ഗാർഡിയന്റെ ഒരു കാര്യം ഞാൻ ട്രസ്റ്റ് പൈലറ്റ് എടുക്കാൻ നോക്കിയ സമയത്ത് നമ്മളോട് ഒരു കാര്യം കാണുകയുണ്ടായി. അവരുടെ ഒരു ഇത് എന്താ പറയാ, ട്രസ്റ്റ് പൈലറ്റിലെ ആ ഒരു റിവ്യൂ ഇടുന്ന ഇതിനെ ട്രസ്റ്റ് പൈലറ്റിന് വാർണിംഗ് ലിസ്റ്റിലാണ് പെടുത്തിയത്. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നി. അപ്പൊ കുറെ പേര് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും അവരുടെ ട്രസ്റ്റ് പൈലറ്റിന്റെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാത്തതും കൊണ്ട് ആയിരിക്കണം ഇങ്ങനെ ഒരു വാർണിംഗ് വരാൻ സാധ്യതയുള്ളത്. നമ്പർ ഓഫ് ഫേക്ക് റിവ്യൂസ്, കമ്പനിയുടെ കുറെ ഫേക്ക് റിവ്യൂസ് അവിടെ വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഇതിനെ മാറ്റിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നോക്കി പേഔട്ടിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ ഒന്ന് നല്ല കുഴപ്പമില്ലാന്ന് നമുക്ക് ഓഫേഴ്സും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 1 month ആയിട്ടുള്ളൂ. അവർ പുതിയ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ വളരെ സൂക്ഷിച്ച് അക്കൗണ്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇവരുടെ പല ഓഫേഴ്സും പല അഡ്വർടൈസ്മെന്റും നമുക്ക് വരും. ഇപ്പോൾ ഞാൻ 3-4 പേരെ എന്നെ കോൺടാക്ട് ചെയ്തു എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. എൻ്റെ ഒരു വ്യൂ പാർട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കമ്പനികൾ വേറെയും ഉണ്ട്, അത് ട്രൈ ചെയ്യാം. ഇവരൊരു 3 ദിവസത്തെ പേ ഔട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. പിന്നെ ലാസ്റ്റ് ആ കണ്ട 2500 എൻഡ് ഓഫ് ദ ഡേ വരുന്ന സംഭവം കൂടി കുറച്ച് അട്രാക്റ്റീവ് ആണ്. ആ 2 പ്ലാനിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇനി പേ ഔട്ട് എന്താണോ എങ്ങനെയാണെന്നൊന്നും ഞാൻ അതുപോലെ തന്നെ പലരും കോൺടാക്ട് ചെയ്യും. നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം 1-2 തവണ കുറച്ച് പേര് കോൺടാക്ട് ചെയ്യുന്നു. ഏതൊരു കമ്പനിയുടെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കണക്ട് ചെയ്യാൻ പറ്റാത്ത വന്നോട് അവർ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എടുത്തത്, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് എടുക്കും. ഞാൻ ആരോടും ഒരു റെഫറൽ ലിങ്ക് പോലും ഞാൻ ഒരു ഇതിന്റെയും വെക്കാറില്ല. അതേപോലെ ഇപ്പൊ ഫയേഴ്സിന്റെ മാത്രമാണ് ഞാൻ ഇത് ചെയ്തിരുന്നത്. ഫണ്ടിങ് ടിപ്സിന്റെ മറ്റൊരു കമ്പനികളെ റെഫറൻസ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കമ്പനി എടുക്കണമെന്ന് നിർബന്ധിച്ചോ ഒന്നും പറയാറില്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം എടുക്കേണ്ടത്. അല്ലാതെ എടുത്ത് കഴിഞ്ഞ ശേഷം ഫസ്റ്റഡ് ആയിട്ട് കാര്യമില്ല. പേ ഔട്ടിന്റെ കാര്യത്തിലൊക്കെ ഞാൻ ഒരു വീഡിയോ പല കമ്പനികളുടെയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ട്രസ്റ്റ് ആയിട്ടുള്ള കമ്പനികൾ അങ്ങനെ ട്രസ്റ്റ് ആണെന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് പോയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് നിങ്ങളുടെ ഇതിൽ മാത്രം എടുക്കുക, റിസ്കിൽ മാത്രം എടുക്കുക. അത്യാവശ്യം പേ ഔട്ട് കൊടുത്തിരുന്ന ഒരു കമ്പനിയാണ് ബ്ലൂ ഗാർഡിയൻ. ഇനി കൊടുക്കുകയോ ഇല്ലയോ എന്നാലും നിലനിന്ന് പോകുന്നുണ്ട്. 2021 മുതൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിലനിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ അക്കൗണ്ട് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒത്തിരി കമ്പനികൾ വേറെയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, നമസ്കാരം.